ഒരു ആക്ഷൻ കൊറിയോഗ്രാഫർ ബഡ്ജറ്റിനനുസരിച്ചാണോ അതോ കഥയ്ക്കനുസരിച്ചിട്ടാണോ ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്നത്? ഇപ്പം നമുക്കൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിലെ ഒരു ഷോട്ട്, ഇപ്പോൾ റിസ്ക് ആയിട്ടുള്ള ഒരു ഷോട്ട്, ഒരാൾ താഴത്തോട്ട് ഇങ്ങനെ വീഴണം എന്നാണ് ആ കഥയിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു സീക്വൻസ് നമുക്ക് 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾ പറയും ഇതിൻ്റെ റിസ്ക് എലമെൻറ്റ് ഇങ്ങനെയാണ്, ഇതിൻ്റെ ബഡ്ജറ്റ് ഇങ്ങനെയാണ്. ഇങ്ങനത്തെ ഒരു ഷോട്ടാണ്, അതായത് ഞങ്ങളുടെ 3 രീതി ഞങ്ങൾ പറയും. ആ 3 രീതിയിൽ ഡയറക്ടർക്ക് ഏതാണ് ഷോട്ട് വേണ്ടത്. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വണ്ടി ഒരാളെ ഇടിക്കുന്നൊരു ഷോട്ട് പോലും വണ്ടി ആളും പോലും വേണ്ട. ഇപ്പോൾ വണ്ടി സെപ്പറേറ്റ് എടുക്കാം, ആൾ വീഴുന്ന സെപ്പറേറ്റ് എടുക്കാം, എന്നിട്ട് രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു മെത്തേഡ് പറയും. അതുപോലെ തന്നെ പല മെത്തേഡ് പറയും. ഡയറക്ടർക്ക് ഏതാണോ ഓക്കെ അതാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് അപ്പോൾ എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബഡ്ജറ്റാണെങ്കിൽ പ്രൊഡ്യൂസർ ഓക്കെ ഇതാണെങ്കിൽ നമ്മൾ ആ സീക്വൻസ് ചെയ്യും. അപ്പോൾ അത് ഡിപ്പെൻഡ് സ്ക്രിപ്റ്റും ബഡ്ജറ്റും ഒക്കെ ഇൻക്ലൂഡ് ആയിരിക്കും. പക്ഷെ ബഡ്ജറ്റിന് കോംപ്രമൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും സേഫ്റ്റിക്ക് അതൊരു ഇഷ്യൂ ആവുമോ? ഇല്ല, ഞാൻ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ബഡ്ജറ്റ് കൂടുന്നത്. അല്ല, ഇത്രയും ബഡ്ജറ്റ് തരാൻ, ഇത്രയും ബഡ്ജറ്റിന് ഇതിന് ചിലവാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഒരു ആർട്ട് ഡയറക്ടറൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അവർ പറഞ്ഞു ചെറിയ ബഡ്ജറ്റ് ആയിരിക്കും. ഇപ്പോൾ തമിഴ് മൂവീസിലൊക്കെ വലിയ ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ അധികം ഒരു പെർഫെക്റ്റ് ആവാറില്ല എല്ലാം. ഇല്ല. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഇത് പറയും. ഒരു ആരാണ് നമ്മളോട് വിളിച്ചിട്ട് ഈ സ്റ്റോറി പറഞ്ഞിട്ടുള്ള അവരോട് പറയും ബഡ്ജറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ അത് വിട്ടിട്ട് അവർക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തുള്ള മറ്റു ഓപ്ഷൻസ് ഞങ്ങൾ പറയും ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാത്തിനും നമ്മുടെ രീതിയിൽ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മളിത് ഓപ്ഷൻ ചെയ്യാം. ബഡ്ജറ്റ് കുറവുള്ളെങ്കിൽ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ നമ്മൾ എടുക്കും. പക്ഷെ റിസ്ക് അപ്പോൾ എടുക്കാൻ ഞങ്ങൾ മാക്സിമം എടുക്കില്ല. കാരണം നമ്മൾ അവര് പൈസ മുടക്കാൻ തയ്യാറല്ല, നിങ്ങൾ റിസ്ക് എടുക്കണം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര നിങ്ങൾക്കല്ലേ, തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം ആയാലും റീലായാലും എന്തായാലും ഇത് റിസ്ക്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. ഏത് നിമിഷം എന്തും സംഭവിക്കും. അപ്പോൾ ഞങ്ങൾ ആ റിസ്ക് ഒക്കെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ ഓരോ ഷോട്ട് ഇപ്പോൾ ഇന്ന പോലെ റോപ്പ് വലിക്കാൻ ഇത്രയും പേര് വേണം, കുറച്ച് ആൾക്കാരെ കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇന്ന. അപ്പോൾ റോപ്പ് കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും പേര് വേണ്ടല്ലോ. അപ്പോൾ റോപ്പ് ഇല്ലാത്ത രീതിയിൽ നമുക്കൊരാൾ തൂങ്ങുന്നത് നമുക്ക് വേണമെങ്കിൽ കൺവിൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മതിയോ അല്ലെങ്കിൽ ആ രീതിയിൽ മതിയോ, ഹോൾഡിങ് മാത്രം മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അതനുസരിച്ച് ഞങ്ങൾ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഉറപ്പായിട്ടും.